നമ്മൾ മനുഷ്യന്മാർ പണ്ട് കാലങ്ങളിൽ ജീവിച്ചത് നോക്കുമ്പോൾ, അതായത് ഒരു ഹണ്ടർ ഗ്യാദറേഴ്സായി നടന്നിരുന്ന കാലം മുതൽ സൂര്യനോട് ഒപ്പമായിരുന്നു അല്ലൊരു എണീക്കലും അതേപോലെ ഉറക്കത്തിന് പോകണം അല്ലേ. അതായത് മോർണിംഗ് സണ്ണ് വരുമ്പോഴത്തേനും ഓരെന്താവും, ഒരു റെഡിയായി ഒരുങ്ങി എന്താണോ ഫ്രൂട്ട്സ് ഫുഡ് ശേഖരിക്കാനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഹണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനോ. നമ്മൾ മനുഷ്യന്മാർ പൊതുവേ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അന്ന് വീടുകളും അല്ലെങ്കിൽ അന്നത്തെ അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലുള്ള വീഡിയോസും അതുപോലെ പല കൺസ്ട്രക്ഷൻസും ഒക്കെ നമ്മളൊരു ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മനുഷ്യന്മാർ. അങ്ങനെ അന്ന് കാലഘട്ടങ്ങളിൽ എപ്പോഴും സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ സണ്ണ് ലോ സോളാർ ആംഗിൾ ആവുന്ന ആ ടൈം ഉണ്ടല്ലോ, അപ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര രസമാണ്. ഐ ഡോണ്ട് നോ അതാ ഇവല്യൂഷനുമായി കണക്ട് ചെയ്തുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന്, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു സണ്ണ് ലോ സോളാർ ആംഗിളായി നിൽക്കുന്ന സമയത്ത്, സണ്ണ് ഉദിക്കുന്ന സമയത്ത് നമ്മൾ ആ ലൈറ്റ് നമ്മൾ കണ്ണിക്ക് തട്ടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതിൻ്റെ കറക്റ്റ് സയൻസ് കാര്യങ്ങൾ ഉള്ളിലത്തെ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരാൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. നമ്മുടെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ട്, സർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞിട്ടുള്ള. നമ്മൾ ഒരു ദിവസത്തെ വേക്കിംഗ് അപ്പും അതേപോലെ എപ്പോൾ കോർട്ടിസോൾ ഉണ്ട്, സ്ട്രെസ് ഹോർമോൺ, നമുക്ക് നമ്മൾ കൂടുതൽ അവേക്കായി നിൽക്കുമല്ലോ രാവിലെ നീച്ച് കഴിഞ്ഞാൽ, അതിനൊക്കെ വേണ്ടി. അപ്പോൾ അത് സ്ട്രെസ്സിന് മാത്രമല്ല, അത് ഇതിന് ഉപകാരമുണ്ട്. അങ്ങനെ കോർട്ടിസോളിൻ്റെ പീക്കും അതേപോലെ മെലാട്ടോണിന് പിന്നെ ഉറക്കം വരാൻ വേണ്ടി അതിൻ്റെ പീക്കും ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സർക്കേഡിയൻ റിതം സെറ്റ് ആവാൻ സഹായിക്കുന്ന സംഭവമാണ് ഈ മോർണിംഗ് സൺലൈറ്റും അതേപോലെ ഈവനിങ്ങിൽ സണ്ണ് പോകുമ്പോഴുള്ള നമ്മൾ ആ സൺലൈറ്റ് കാണുന്നത്. അത് നാച്ചുറലി നമ്മളെ കണക്റ്റഡ് ആണ്. ആ ഒരു സമയത്ത് ഒന്ന് നോക്കി നോക്കി പുറത്തേക്ക്, അത് ഇവല്യൂഷനുമായി കണക്റ്റഡ് ആണ്. അന്ന് നോർമലി മനുഷ്യന്മാർ ആ ടൈമിൽ എണീക്കുന്നു, കാരണം അന്ന് ക്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. സണ്ണ് പോകുന്നതോട് കൂടി പിന്നെ അവർക്ക് എന്തായി, ഉറങ്ങാനുള്ള ടൈമായി. പക്ഷെ ഇപ്പോൾ ടെക്നോളജീസും കുറേ സ്റ്റിമുലൻസും TV-യും ഫോണും ഇൻ്റർനെറ്റൊക്കെ വന്നതോടുകൂടി ആ ഒരു താളങ്ങളൊക്കെ ആകെ തെറ്റി. അപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇത് വേറൊരു തന്നെ ടോപ്പിക്കാണ്. ഈ ഒരു മനുഷ്യന്മാരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറിയതും അത് നമ്മളെ ഹെൽത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതും എല്ലാം. നമുക്ക് എപ്പോഴും നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്നത്, നമ്മളെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, ഹണ്ടർ ഗ്യാദേഴ്സ് ആയി ടൈമിൽ ജീവിച്ചിരുന്നത്. അതിന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട്. അപ്പോൾ അതിൽ നല്ലത് മാത്രം എന്ത് ചെയ്യുക, ഈ കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കിവിടെ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഞാൻ ഒരു ജിമ്മിന് പോകാൻ തുടങ്ങുന്ന ടൈമിൽ, വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, ആ ഒരു +2 ആ ഒരു കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് ഫുൾ നമ്മളെ നോർമൽ ജിമ്മിൽ പോക്ക് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് 1 ഇയറൊക്കെ നമ്മളൊരു ബോഡി ബിൽഡിംഗ് എന്നുള്ളൊക്കെ രീതിയിൽ ചെറിയ ഇതിലേക്ക് വരുന്നൊരു ചെറുക്കനാണ്, കാര്യമായിട്ടൊന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം ഹോം വർക്കൗട്ടുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെയാണ് ജിമ്മിക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഈ ഒരു സംഭവം അറിയില്ല, ആ ഒരു സമയത്തുള്ള ആ ഒരു എനർജിയും ആ സംഭവം അതൊന്നും അറിയില്ല. പിന്നെ എനിക്കുണ്ടായിരുന്നൊരു ശീലം, വേറൊരു ശീലമാണ്, ഞാൻ വേറെ സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഫിഷിങ്ങിന് പോകും മോർണിംഗ്. അത് നല്ല രസമാണ്. അതായിരുന്നു അന്ന് ആകെ മോർണിംഗ് ഉണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കയറും. ഇവിടെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞൊക്കെ എൻ്റെ പ്രായമുള്ളവരല്ല, എന്നെക്കാട്ടും മുതിർന്ന ആൾക്കാരാണ്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അധികം ഫ്രണ്ട്സിൻ്റെ പ്രായമുള്ളവർ എനിക്ക് കുറവാണ്. ഓരോ കൂടെ മോർണിംഗ് സൂര്യനെ ഉദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യും, ചേറാൻ അല്ലെങ്കിൽ ചേർമീൻ, സ്നേക്ക് ഹെഡ് ഇതിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങും. നല്ല രസമാണ്. നോർമലി ഈ ടൈപ്പ് ചൂണ്ടലല്ല, റോഡും റീലും ഫ്രോഗൊക്കെ ഉപയോഗിച്ചാണ്ടുള്ള പിടുത്താണ്. നല്ല രസമാണ്. കാരണം ഈ ചേറാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വാട്ടറിന് സ്ട്രൈക്ക് ചെയ്യണ ഫിഷാണ്. അടിപൊളിയാണ് അതിൻ്റെ ഫീലിങ്. അപ്പോൾ രാവിലെ തന്നെ അതിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അതൊരു 10 വട്ടമൊക്കെ പോയാൽ ഒരു വട്ടമൊക്കെ കിട്ടും. ആ ഒരു രീതിയിലൊക്കെയാണ് എൻ്റെ അവസ്ഥ. എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അന്നും ഇറങ്ങിയിരുന്നത് ആ ഒരു ടൈമിലാണ്. ഇടയ്ക്കൊക്കെ പോവുക ആ ഒരു മോർണിംഗിൽ, ആ സണ്ണ് വരുന്ന ടൈമിൽ. അപ്പം ഇങ്ങനെ ആ കിളികളുടെ സൗണ്ടും നമ്മൾ പുഴയിൽ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സമാധാനമാണ്, ഭയങ്കര ഒരു സുഖമുള്ള ടൈമാണ്. പക്ഷെ അത് ഒരു വർക്കൗട്ട് എന്നുള്ള രീതിയിലൊന്നല്ല, നല്ലൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണത്. ഓല് സ്ഥിരമായിട്ട് എൻ്റെ ഒപ്പമുള്ള ഓല് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഓൽക്ക് അത് പോകാതെക്കാൻ പറ്റില്ല, കാരണം അത്രയും രസമാണ്. ആ രാവിലത്തെ ഒരു ചായക്കണ്ട് കുടിച്ച് എന്നിട്ട് ആ സൂര്യൻ ഇങ്ങനെ ഉദിക്കുമ്പോഴത്തേനും പുഴയിലെത്തി ആ ടൈമിൽ കാസ്റ്റിങ് തുടങ്ങി. ആ ടൈമിൽ ഒരു തണുപ്പ് ഇങ്ങനെ ഉണ്ടാവും, കിളികളൊക്കെ ഭയങ്കര ആക്റ്റീവായി കയറും, നല്ല രസമാണ്. പിന്നീട് ഒരു കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ഫസ്റ്റായിട്ട്
ഒരു മാരത്തോണിന് കൂടി. മാരത്തോൺ പറഞ്ഞാൽ ഹാഫ് മാരത്തോൺ 21 കിലോമീറ്റർ. അതായിരുന്നു എന്താ പറയുക, നമ്മളൊരു വൈത്തിരിവ് എന്ന് പറയില്ലേ, അതാണ് എൻ്റെ ഫസ്റ്റ് റണ്ണിങ്. ഒരു പ്രാക്ടീസ് ഒരു തേങ്ങയില്ലാതെയാണ് എനിക്ക് ഇറങ്ങിയത്. രാവിലെ 5 മണിക്കോ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്തു, മലപ്പുറം സിൽമണി മാരത്തോൺ എന്ന് പറഞ്ഞിട്ട്. അതാണ് മോർണിംഗിൽ വരുന്ന. ഞാൻ അങ്ങനെ മോർണിംഗ് വർക്കൗട്ട് ചെയ്യാത്ത ആളാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ചത്ത് ആണ് ഫിനിഷ് ചെയ്തത്. ഒരു എനർജി പോട്ടെ, എന്താ പറയുക, നമ്മൾ ഈ കണ്ണൊക്കെ കാണാതാവില്ലേ ലാസ്റ്റ്. കാരണം അത്രയും ദൂരം ഇതുവരെ ഓടിയിട്ടില്ല. അങ്ങനെ ഓടി നടന്ന് കായപ്പോതിനും പച്ചത്തുക്കണ്. കാരണം നല്ല പെയിനും ഒക്കെ ഉണ്ടാവും. മാരത്തോൺ ഓടിയവർക്ക് അറിയുണ്ടാവും ഫസ്റ്റ് ടൈമൊക്കെ ഓടുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ ആ ഒരു ഫീലിങ് അതിന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നൊരു ഹാപ്പിനെസ് അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ശേഷമാണ് ഞാൻ മോർണിംഗ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രൗണ്ടിലേക്ക് പോയി ഓട്ടം തുടങ്ങുന്നത്. ആദ്യം ലോങ് റണ്ണാണ് ചെയ്തിരുന്നത്, ഇപ്പോൾ സ്പ്രിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഈ മോർണിംഗ് വർക്കൗട്ട് ചെയ്യുന്നത് ഒരിക്കലും ബോഡി ബിൽഡർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ കാണരുത്. ഇത് ഞാൻ ഒരു മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഫോക്കസ് ചെയ്ത് പറയുന്നത്. അതായത് നമ്മളൊരു ജിമ്മിൽ മാത്രം ഇൻഡോർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടൂല. അത് ഡെഫിനറ്റ്ലി ഇത് എന്താ പറയുക, അനുഭവിക്കേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ മോർണിംഗിലുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത്. നമ്മൾ കൂടെ ആൾക്കാരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെ എണീറ്റ് ഒരു 5:30 എണീറ്റ് ആ സൂര്യൻ ഉദിക്കണ ആ ടൈമോട് കൂടി നമ്മൾ ഗ്രൗണ്ടിലെത്തി ആ ടൈമിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ഇളം വെയിലിങ്ങനെ കൊണ്ട് പിന്നെ അത് ചൂടാവുന്നതിന് മുമ്പ് അവിടെ നിന്ന് കയറി പോരുന്നതൊക്കെ നല്ല രസമാണ്. അതാകുമ്പോൾ നമ്മുടെ സർക്കേഡിയൻ റിതം സെറ്റ് ആവാൻ സഹായിക്കുന്നുണ്ട്. വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട് സണ്ണിൽ നിന്ന്. പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു എൻജോയ്മെൻറ്റും. അപ്പോൾ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും, ഓടേണ്ടി വരും, അങ്ങനെ ഒക്കെപ്പാടെ കൂട്ടിയാണ്ട് വർക്കൗട്ട് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ആഴ്ചയിലൊരു 3-4 ദിവസം ജിമ്മിൽ പോവുക. എന്നിട്ട് പുഷ് പുൾ ലെഗ്സോ ഏതാ സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ അത് ചെയ്യുക. നല്ല നല്ല ഫുഡുകൾ കഴിക്കുക. അതിനൊപ്പം ആഴ്ചയിലൊരു 2 ദിവസം ഗ്രൗണ്ടിൽ പോയി വർക്കൗട്ട് ചെയ്യാം മോർണിംഗൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കിട്ടും. നിങ്ങൾക്ക് ജിമ്മിൽ പോയാണ്ടുള്ള ആ ഒരു ബിൽഡിങ്ങും നടക്കും. ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ വാക്കിംഗ് ഔട്ട് ഇൻ ദ മോർണിംഗ്. ഔട്ട് സൈഡ് കേട്ടോ, അല്ല പുറത്ത് ജിമ്മിൽ പോയാണ് മോർണിംഗ് വർക്കൗട്ട് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത്. ഔട്ട് സൈഡ് പുറത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് വേറെ രസമാണ്. അത് ആഴ്ചയിൽ 1-2 വട്ടം ചെയ്യുമ്പോൾ ഒരു കാർഡിയോ ആയി, നിങ്ങളെ ഹെൽത്തിനും നല്ലതാണ്. സർക്കേഡിയൻ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്നും രാവിലെ ആ ഒരു ടൈമിൽ എത്താൻ പറ്റുകയാണെങ്കിൽ അടിപൊളി. എന്നിട്ട് വൈകുന്നേരം ലിഫ്റ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. പക്ഷേ അതിനൊക്കെ എന്താ വെച്ചാൽ കുറച്ചുകൂടി സീരിയസ് ആയി കാണുന്നവർക്ക് അത് പറ്റുള്ളൂ. അതിന് ടൈം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2 നേരം വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിക്കവറിക്ക് സമയം കണ്ടെത്തേണ്ടി വരും. അതിനനുസരിച്ച് ഫുഡ് കൊടുക്കേണ്ടി വരും, സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും, ന്യൂട്രീഷന് നല്ല നോക്കേണ്ടി വരും, ഉറക്കം നല്ല നോക്കേണ്ടി വരും. ഒരു നോർമൽ ആളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്താൽ ദേ ക്യാൻ എൻജോയ് ദ മോർണിംഗ് വൈബ്. കാരണം ദൈവം സൃഷ്ടിച്ച എല്ലാ ക്രീച്ചേഴ്സും, ഒരുവിധം എല്ലാ ക്രീച്ചേഴ്സും, ചില എക്സെപ്ഷൻസ് ഉണ്ട്, പകലുറങ്ങി രാവിലെ അങ്ങനെ അല്ലാതെ നമ്മൾ നോർമലി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആലോചിക്കുക. ഞാൻ ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് പ്രഭാതമാണെന്നുള്ളത്. ഇറ്റ്സ് ആക്ച്വലി 100% റൈറ്റ്. കാരണം ഒരുവിധം എല്ലാ ക്രീച്ചേഴ്സും, മയിൽ, കിളികൾ, ഇവിടെ മയിലുണ്ടാവുന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, മൃഗങ്ങളായിക്കോട്ടെ, അണ്ണാനായിക്കോട്ടെ, എല്ലാം ഒരു ആക്റ്റീവായി നിൽക്കുന്ന ഒരു ടൈമാണത്. ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം. എല്ലാവരും കൂടെ ആ ഫ്രഷ് ആയിയാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും എൻജോയ്മെൻറ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രകൃതിയും ഇങ്ങനത്തെ സംഭവങ്ങളും ഈ ആനിമൽസും. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ ബയോളജിയും അതേപോലെ ഈ പ്രകൃതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ബട്ട് ദാറ്റ് ഫീലിംഗ് ഈസ് ഗ്രേറ്റ്. You should experience that. Thank you. See you in the next video.